ഹലോ ഗൈസ്, നമ്മളിപ്പോൾ തമിഴ്നാട് പൂണ്ടിക്ക് അടുത്തുള്ള കാവുഞ്ചിയാണ്. ഇപ്പോൾ സമയം 4 മണി 5 മണി ആയിട്ടുള്ളൂ. ഭയങ്കര തണവാണ് കേട്ടോ, കൈയൊക്കെ വരച്ച് തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റേ ചെയ്യണ ഒരു മഡ് ഹൗസ് ഉണ്ട്, അത് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ഒരു അയൽവാസിയായിട്ട് ഒരു ചേട്ടൻ്റെ വീടുണ്ട്. അപ്പോൾ ആ വീട് എന്ന് പറഞ്ഞത് ഫുള്ള് കൃഷിയിടങ്ങളാണ്. കൃഷിയിടങ്ങളിലെ ഒരു നടുവിലായിട്ട് നല്ല ഭംഗി, അതായത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടാവില്ലേ, ഈ ചിത്രം വരച്ച പോലത്തെ കൃഷിയിടങ്ങൾക്ക് നടുവിലായിട്ടൊരു കർഷകൻ്റെ വീട് പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു സ്വർഗം പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. 5 മണി ആയിട്ടുള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഭയങ്കര തണവാണ്, കൈയൊക്കെ വേർങ്ങിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റേ ചെയ്യണ മഡ് ഹൗസ് കാണിച്ചു തരാം. ഫുള്ള് പുല്ലില്ലേ, വക്കോലി പുല്ലുകൊണ്ടാണ് മേഞ്ഞിക്കുന്നത്. 8 പേർക്ക് കിടക്കാം. ഇതാണ് കേട്ടോ ഒരു അരുവി കാട്ടുന്ന അങ്ങനെ ഒഴുകി പോകുന്നത്. ഭയങ്കര തണവാണ്. നിലത്ത് ഇങ്ങനെ ഒരു 2 ബെഡ് ഇട്ടിട്ട് അതിലിങ്ങനെ ഒരു കിടക്കണം. 8 പേർക്കൊക്കെ കിടക്കാം കേട്ടോ. പേരെന്താ? ചിരിച്ചേ ഒന്ന് തക്കുടു, ചിരിച്ചേ തക്കു, ചിരിച്ചേ 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 നോക്കട്ടെ, ചിരിച്ചേക്കട. നമ്മുടെ മഡ് ഹൗസിൻ്റെ മുന്നിലുള്ള വ്യൂ ആണ് കേട്ടോ. അതായത് മുന്നിൽ കൂടെ ഒരു അരുവി, നമ്മുടെ കാട്ടിൽ നിന്ന് വരുന്ന അരുവി ഒഴുകി പോവാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ, അതായത് നമ്മുടെ സ്കൂട്ടി ബൈക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫ്രീസറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഐസ് ഉണ്ടാവുക അതുപോലെ ആവുമെന്നാണ് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ 7 മണി കഴിയുമ്പോൾ ഇരിക്കാൻ പറഞ്ഞിട്ട്, വേറെ ഒന്നുമില്ല, നല്ല സീനിന് നല്ല വ്യൂ കിട്ടും. പിന്നെ ഒരു 1/2 കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ വേറൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഇപ്പം നിൽക്കുന്നത് രാവിലെ പ്രോപ്പർ പൂണ്ടിയിലാണ് കേട്ടോ. ഇവിടെ കുറേ കൃഷിയിടങ്ങളും അതിൽ അരുത്തുള്ള വീടും കാണാം. തണവ് മാറി നോർമലായിട്ടുണ്ട്.
അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ.